ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിൽ അനധികൃത പരിശോധന നടന്നുവെന്ന പരാതി ശരിവച്ച് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട്. അങ്കമാലി മാജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. തെളിവുകൾ ശേഖരിക്കാതെയുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന് ആരോപിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഏതായാലും ഇത്തരം പരാതി അത് സ്ഥിരീകരിക്കുമ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അത് മാജിസ്ട്രേറ്റ് കൂടാതെ സ്റ്റാഫ്, PA ഉൾപ്പെടെയുള്ളവർ ഇത് പരിശോധിക്കുന്നു, ഏറെക്കാലം കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് വിശ്വസിക്കാനാകാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ അതിജീവിത പരാതിപ്പെടുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ് ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യം, ഏത് സാഹചര്യത്തിലാണ് അവർ ഈ പുറത്തു വന്ന കാര്യങ്ങൾ അത് സംരക്ഷിക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുന്നതിൻ്റെ സാഹചര്യം കൂടി എന്താണ്? അനുജ, നമ്മുടെ കോടതികളിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ഇന്ന് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങൾ. അതായത് ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് 3 തവണ അനധികൃത പരിശോധന ഈ മെമ്മറി കാർഡിൽ നടന്നു. അതിൽ ഒന്നൊരു മജിസ്ട്രേറ്റ് ആണ് അത് പരിശോധിച്ചത്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് അത് സ്വകാര്യമായി കൈവശം വെച്ചു 1 വർഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ കൈവശം വെക്കാം എന്ന് കരുതി വെച്ചതാണെന്നാണ് പറയുന്നത്. നിരുത്തരവാദപരമായ മറുപടി എന്ന് മാത്രമേ ഇതിനെ പറയാനാകൂ. രണ്ടാമത്തെയാൾ ഒരു ജില്ലാ ജഡ്ജിയുടെ PA ആണ്. സ്വന്തം വിവോ ഫോണിലിട്ട് അയാൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ജില്ലാ ജഡ്ജി പറഞ്ഞതനുസരിച്ചാണ് താനത് ചെയ്തതെന്ന് അയാൾ പറയുന്നു. അങ്ങനെ പരിശോധിച്ച ഫോൺ കാണാതായി എന്ന് കൂടിയാണ് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതും ദുരൂഹമാണ്. പക്ഷേ ഈ ജില്ലാ ജഡ്ജി പറഞ്ഞിട്ടാണോ ഇയാൾ ഇത് പരിശോധിച്ചത് എന്നറിയാൻ ജില്ലാ ജഡ്ജിയുടെ മൊഴി പോലും എടുത്തിട്ടില്ല ഈ അന്വേഷണ കമ്മീഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി മറ്റൊന്ന്, ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിചാരണ കോടതിയിലെ ശിരസ്താർ താജുദ്ദീൻ ഇത് പരിശോധിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹത്തിന് ഇത് സൂക്ഷിക്കാനുള്ള അനുമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നും മനസ്സിലാകുന്നു. ഇപ്പോൾ അതിജീവിത ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം, മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കണം, IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ഇതിന്റെ ചുമതല നൽകേണ്ടത്, ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ പോലീസിനെ അറിയിച്ച് അതിന്മേൽ നടപടി ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായില്ല. എത്രയും വേഗം പോലീസ് അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്തായാലും വെള്ളിയാഴ്ച ഈ കേസ് ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് മുമ്പാകെ എത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ അറിയാം എന്താണ് കോടതിയുടെ തീരുമാനമെന്ന്. എന്തായാലും ഇത്ര പ്രമാദമായ കേസിൽ ഈ നടന്ന വീഴ്ച നീതീകരിക്കാനാവുന്നതല്ല, ഞെട്ടിക്കുന്നതാണ്. നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്, അത് ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.